ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ജാതിക്ക ഉപയോഗിച്ചുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ജാതിക്കയുടെ ഈ തോട് ഉപയോഗിച്ചാണ് അച്ചാറുണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ പൊട്ടിച്ച തോടുകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണിത്. നമ്മൾ മാങ്ങയും നെല്ലിക്കയൊക്കെ ഇടുന്ന പോലെ തന്നെ നമുക്കിത് ഉപയോഗിച്ച് അച്ചാറുണ്ടാക്കാം. ഈ തോട് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തെ തൊലി ചെത്തിക്കളഞ്ഞ് വേണം നമ്മളിത് അച്ചാറിന് റെഡിയാക്കാനായിട്ട്. അതുപോലെ 15 ജാതിക്കയുടെ തോട് തൊലി ചെത്തിക്കളഞ്ഞ് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 5 മിനിറ്റ് നന്നായിട്ടിത് തിളപ്പിച്ചെടുത്തതാണ്. അങ്ങനെ തിളപ്പിക്കുന്നത് ഈ അച്ചാർ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും, നല്ല സോഫ്റ്റ് ആകും, അതിൻ്റെ ആ കട്ടും കുത്തലും എല്ലാം അങ്ങ് മാറുകയും ചെയ്യും. പക്ഷെ തിളപ്പിച്ചെടുത്ത് ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടില്ല, ആ വെള്ളം ഇതിൽ കിടപ്പുണ്ട്. നമുക്കത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിനി അച്ചാറുണ്ടാക്കാം. കടായി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കുന്നത്. അതിലോട്ട് ഞാൻ 50 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ചാറിന് എണ്ണ വേണം, ഈ എണ്ണയിലാണ് തയ്യാറാക്കേണ്ടത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്. അത്യാവശ്യം ഒരുപാട് നീളം വേണ്ട, ഇഞ്ചി ആവശ്യം ചേർത്ത് കൊടുക്കണം. ഇതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വീണ്ടും അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു ജാതിക്ക വേവിച്ചെടുത്തത്. വീണ്ടും അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ജാതിക്കയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് ഉപ്പ് അതേ പിടിക്കും. ഉപ്പും മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജാതിക്ക ചേർത്ത് കൊടുക്കാം. ഇതിൽ ആ വെള്ളം ഉണ്ടായിരുന്നു, ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണല്ലോ തിളപ്പിച്ചെടുത്തത്. ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് ഉണ്ടാക്കുന്നത്. വെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം ഒഴിവാക്കി ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കായപ്പൊടിയാണ്. 1 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണും ഉലുവാപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതാ 1 ഗ്ലാസ് വെള്ളത്തിന് ചാറ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. വെള്ളം ഒട്ടും വേണ്ടാത്തവർ ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് അച്ചാർ തയ്യാറാക്കുക. അല്പം വെള്ളമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം കളയാതെ വെച്ചത്. വേവിച്ച് ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് അച്ചാർ. കായപ്പൊടി ഉലുവാപ്പൊടി എല്ലാം ഇതിൽ നന്നായിട്ട് ചേർന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് 1 നുള്ള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ടേസ്റ്റ് എല്ലാം അതേപോലെ ക്രമീകരിക്കാനും അച്ചാറിന് ഇങ്ങനെ പഞ്ചസാര 1 നുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ രുചി കൂടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അധികം നേരം ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അച്ചാർ റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക്
ജാതിക്കയ്ക്ക് നന്നായിട്ട് പുളിയുണ്ട്. ഇരിക്കും തോറും ടേസ്റ്റും പുളിയെല്ലാം ഇതിലേക്ക് ഇറങ്ങും. എന്നാലും ലാസ്റ്റ് 1 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇത്ര ചേർക്കുന്നുള്ളൂ. പുളി താല്പര്യമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വളരെ നല്ല അച്ചാറാണ് ഉപയോഗിക്കാനായിട്ട്. ജാതിക്കയ്ക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. വയറിനും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ല ഗുണമുള്ളൊരു സാധനമാണ് ജാതിക്ക. ഇത് വീട്ടിലുള്ളവർ ഇങ്ങനെ അച്ചാർ തയ്യാറാക്കി ഉപയോഗിക്കാം. ചമ്മന്തി ഉണ്ടാക്കാം, ഉപ്പിലിട്ട് വെക്കാം, ഉണങ്ങി സൂക്ഷിക്കാം. നമുക്ക് ഇഷ്ടമുള്ളവർ ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഞാനിതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. വീണ്ടും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഉപ്പിൻ്റെ അളവ് പറഞ്ഞതിൽ ഇപ്പം മൊത്തം 3 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് വേണം തയ്യാറാക്കാൻ. എല്ലാ അച്ചാറും പോലെ തന്നെ ഈ അച്ചാറും ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടി വരുന്നത്. ഉപ്പും മുളകും എല്ലാം കണക്കിന് പിടിക്കണമെങ്കിൽ അച്ചാർ അല്പസമയം എടുക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലൊരു അച്ചാറാണ് ഈ ജാതിക്ക അച്ചാർ. നിങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അച്ചാർ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ഭരണിയിലാക്കി അടച്ച് സൂക്ഷിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും